എൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഒരു കസിൻ വരുമെന്ന്, രാജു ഒന്ന് സംസാരിക്കണം. പുള്ളി ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? എനിക്ക് ലാലേട്ടൻ്റെ ഒരു കഥ പറയണം. നിങ്ങൾ വന്ന സമയം ബെസ്റ്റാണ്. പുള്ളി ഇവിടെ ഗോൾഫ് ലിങ്സിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം. അപ്പോൾ വണ്ടി കയറ്റുന്നു. അവിടെ ഹലോ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ട് ചെയ്തു. ഞാൻ ചെന്ന് ലാലിനെ പരിചയപ്പെടുത്തും. ഞാൻ നല്ലൊരു കഥയുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ലാലിന് അതിനെന്താ അവിടെ ഇരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലാല് കേൾക്കാറുണ്ട്. എന്ത് ഇതിൻ്റെ പടത്തിൻ്റെ തന്നെ ആദ്യത്തെ നറേഷനും നിങ്ങൾ ട്രെയിലറിലും കേട്ടിരിക്കും. അതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പ് എന്നും വിളിക്കുന്ന കാര്യം അന്നും അങ്ങനെ തന്നെ. അപ്പോൾ ലാലിൻ്റെ ഞാൻ പറഞ്ഞു കഥ കേട്ടിട്ട് പുള്ളി പറഞ്ഞു ഞാനിപ്പോൾ ഷാജി കലാസിൻ്റെ പടത്തിൽ പോലീസ് ഇൻസ്പെക്ടറുടെ വേഷമാണ് ചെയ്യുന്നത് സംഭവം. അപ്പോൾ അത് ഉടനെ ഒരു യൂണിഫോമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞു. പിന്നെ ആ ആൾ പോയിട്ട് ആ പടം പൃഥ്വിരാജിനെ വെച്ച് ഇൻസ്പെക്ടറായിട്ട് ചെയ്ത് ഹിറ്റായി. പിന്നെ അതിന് ശേഷം അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. മോഹൻലാലിനെ വെച്ച് തന്നെ ദൃശ്യം 1, ദൃശ്യം 2 ഒക്കെ ചെയ്തതാണ്. ജിത്തു ജോസഫ് ഇത്രയും പടമായി. എന്നെ മോഹൻലാലിനെ കൊണ്ട് പരിചയപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞാൽ അയാളൊരു ചാൻസ് തന്നിട്ടില്ല. ഞാൻ അയാളുടെ ചോദിക്കാനും പോയിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്ത് ജിത്തു ജോസഫിൻ്റെ ഒരു പടത്തിൻ്റെ വേഷം വരുമ്പോൾ വിളിക്കുമായിരിക്കും. അല്ലാതെ ഞാൻ അയാളെ ശത്രുവായിട്ട് കാണുക, അയാളെ കാണുമ്പം എന്നാൽ പിന്നെ വന്നിട്ടുണ്ട് എന്നുള്ള അയാളെ കാണുമ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പടത്തിലും പുള്ളി വിളിച്ചിട്ടില്ല. അന്ന് ആദ്യ കാലത്ത് ചാൻസ് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഹരിഹരൻ സാറിൻ്റെ അടുത്താണ്. ഹരിഹരൻ സാറെന്ന് വെച്ചാൽ അന്ന് ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ കോമഡി പടങ്ങൾ എടുക്കുന്ന ആളല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പടത്തിലും ചാൻസ് തന്നിട്ടില്ല. പക്ഷേ എന്നെ എവിടെ വെച്ചിട്ടുണ്ടല്ലോ വലിയ കാര്യമാണ്. രാജു ഒന്ന് തോളി കേട്ട് ഞാൻ അയാളുടെ മറ്റേ പടം കണ്ടു. നമ്പൂരി വേഷം, ഭാഷ ഒക്കെ നന്നായി എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. പിൽക്കാലത്ത് ഞാൻ ഇടയ്ക്ക് ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞു ഇനി സാറിന് എന്നെ അഭിനയിക്കാൻ വിളിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹം അന്ന് ഇറങ്ങിയ പടം പഴശ്ശിരാജയാണ്. അതിനകത്ത് 1000 പടന്മാരുണ്ടായിരുന്നു. വേണമെങ്കിൽ എനിക്കൊരു വേഷം തരായിരുന്നു. അദ്ദേഹം തരൂല്ലെന്ന് പറഞ്ഞു. പുള്ളി അത് കേട്ടത്തോന്നെ എന്നെ കാണുന്ന സന്തോഷം. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഡയറക്ടറില്ലേ, അദ്ദേഹത്തിൻ്റെ പോലും എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. പക്ഷെ പരാതികളില്ല എന്നുള്ളത് സത്യമാണ്. രാജേട്ട പറയുന്നത് സങ്കടമുണ്ട്. അതാണ് അവിടെ ആ വാക്കുകളിൽ നിന്നും ഉണ്ട് സങ്കടമുണ്ട്, ഉറപ്പായിട്ടും വാക്കുകളിൽ നിന്നും ഉണ്ട്. ഇപ്പൊ ജിത്തു സാറിന്റെ കാര്യം ഇതൊക്കെ പറയുമ്പോൾ വാക്കുകളിലുണ്ടത് സങ്കടം മനസ്സിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ പരാതി ഇല്ല എന്ന് പറയുന്നത്. അതല്ല നമ്മൾ സിനിമയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അതിൻ്റെ മറുസൈഡിൽ ഒരു അർത്ഥം കിടക്കുന്നത് വെച്ചാൽ സിനിമയിൽ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ ചെയ്യും എന്നുള്ള അല്ലാതെ നമ്മളെ ഇപ്പം അയാൾ വിളിച്ചു കളയും അടുത്ത പടത്തിൽ ഒന്നും വിചാരിക്കുകയും ചെയ്തത്. എന്തിനു വെറുതെ വിളിച്ചാൽ നമുക്ക് വിഷമം വരും, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെന്തിനു ഇതൊക്കെയാണ് എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ എൻ്റെ മോൻ നിരക്ക് എന്നെ തീർച്ചയായിട്ടും വഴക്ക് പറയും. അച്ഛൻ ഈ വായി മുച്ചോനുമുണ്ട്, അവളെ ചെന്ന് ജിത്തു ജോസഫിന്റെ കാര്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു പടത്തിൽ ഒന്ന് ഇല്ലാതാക്കിയില്ലേ, അച്ഛൻ ഇല്ലാതാക്കിയില്ലേ, എന്നെ കൂടെ വിളിക്കുന്നതല്ല അച്ഛൻ ഇല്ലാതാക്കിയില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഞാനത് ബോധമില്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു സമാധാനം എനിക്ക് സുഖമായിട്ട് വേണം, വേറെ കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ വേറെ കാര്യമുണ്ട്. അദ്ദേഹം ചെയ്ത എല്ലാ പടവും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉഗ്രം, താങ്ക് യു ചേട്ടാന്ന് പറയും. എല്ലാ പടവും ഉഗ്രം പടങ്ങളാണല്ലോ, നേര് വരെ എല്ലാ പടവും കണ്ടിട്ട് അന്ന് ഞാൻ വിളിക്കും. ഇത് മാത്രമല്ല, എനിക്ക് ഏത് ഡയറക്ടർ പടം കണ്ടാലും പരിചയമില്ലെങ്കിലും ഞാൻ ഡയറക്ടർ നമ്പർ എടുത്ത് വിളിക്കും. നന്നായിരിക്കും കേട്ടോ, കാര്യം നമ്മുടെ ഒരു അപ്രീസിയേഷനാണ്. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഒരു മണിയില്ല കേട്ടോ, അതില്ല, പേരിലേ ഉള്ളൂ മണിയമ്പിള്ള, മണിയടിയില്ല, പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ രാജേട്ടൻ പറയുമ്പോഴും അത് തന്നെയാണ്. രാജേട്ടൻ ഇപ്പോഴും വീണ്ടും അത് ആവർത്തിക്കും. രാജേട്ടൻ ഏറ്റവും ആഗ്രഹിച്ച ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ. ജിത്തു സാറിന്റെ കൂടെ ഏറ്റവും ആഗ്രഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അവരെ സംസാരിച്ച് അല്ലേ? അതെ, ചിലപ്പോൾ അങ്ങനെ മനസ്സിലായി എനിക്ക് ഒരു ക്യാരക്ടർ വരാത്തോണ്ടായിരിക്കാം, അല്ല ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ അത് തന്നെ അല്ലെ. അത് ഞാൻ എടുത്തു വെക്കുമ്പോൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇത് ഹെഡിങ് വെച്ചൊക്കെ അടിക്കുകയും ചെയ്യാം എല്ലാം ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞത് സത്യസന്ധ കാര്യമാണ്. ഹൃദയം അല്ല അങ്ങനെ ചീത്ത പറയോ ഞാനാണ് ഒന്നും പറയുന്നില്ല. നമ്മുടെ ആഗ്രഹമാണ് ഉണ്ടാകട്ടെ, അതൊക്കെ ഉണ്ടാകാൻ പോയി ചെയ്യും. അല്ലാതെ എന്നെ വിളിച്ചില്ല ഇത്രയും നാൾ അതൊന്നുമില്ല. അപ്പം പോയി ചെയ്യും, സാറേ അതാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാകട്ടെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സംസാരിക്കാൻ, നമുക്ക് രാജേട്ടന്റെ സംസാരം കേൾക്കാനാ പ്രിയമായ അല്ലെ. ഇങ്ങനെ ചില സ്ഥലങ്ങൾ ആളുകൾ ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ക്യാരവൻ ഇല്ലാത്ത കാലത്ത് വന്നവരാണ്. നമ്മളെല്ലാം ഒന്നിച്ചിരുന്നിട്ട് ഇതുപോലെ തമാശകൾ പറയും. ഈ ചെയ്ത സീനുണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ ചെയ്യും, നീ വരുമ്പോൾ ഞാൻ വേറൊരു ഡയലോഗ് പറയട്ടെന്നിട്ട് ഞങ്ങൾ ആ ഷോട്ടില്ലാത്ത പിന്നെ ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട്, തമാശകൾ പറയും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. മോഹൻലാൽ തന്നെ പറയും മറ്റേ നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ രസകരമായ. ഇപ്പം അവരവരുടെ വർക്ക് കഴിഞ്ഞാൽ അവരൊരു ക്യാരവനിൽ പോകും, പിന്നെ ഫ്രഷ് ആയിട്ട് അടുത്ത ഷോട്ടിനാണ് വരുന്നത്. നമ്മൾ ഈ പടത്തിൽ നിങ്ങൾ നോക്കണം, ഈ ദേവനന്ദരുടെ വേറെ 3-4 ചിമ്മിട്ട് പിള്ളേർ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് പടം കാണുന്നത് മനസ്സിലാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 5 ദിവസം വർക്ക്ഷോപ്പ് വെച്ചു. വർക്ക്ഷോപ്പിന് ദേവനന്ദല്ലേ
ഞാനും എല്ലാവരുടെയും കൂടെ ബോണ്ടാകാൻ വന്നു. ആ വർഷാപ്പ് അതിനകത്ത് ഇവരെല്ലാം കസിൻസ് ഇല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കസിൻസ് ഒക്കെയാണ്. ഇവർ നിരഞ്ജും എല്ലാം കൂടെ അവിടെ വന്ന് അങ്ങ് ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഭയങ്കര ഇവർക്കൊരു ആക്ടിങ് ക്ലാസ് കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി, രാവിലെ ഷൂട്ടിംഗ് റെഡി എന്ന് പറയുമ്പോൾ ഇവരെല്ലാം അപ്പോഴേ ഫ്രണ്ട്സാണ്. അത് ഞാൻ പറയുന്നത് ഒരു ഭയങ്കര രസമായിരുന്നു. നമുക്ക് മനസ്സിനുള്ള കുഞ്ഞൊരു പേടിയുണ്ട്, എല്ലാവരും ഒറ്റയ്ക്ക് പോയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ചേർന്നേ ഇരിക്കുള്ളൂ എപ്പോഴും. ഭയങ്കര കമ്പനി ആയിപ്പോ അത്ര. അതുകൊണ്ട് പടത്തിൽ അവരുടെ പെർഫോമൻസ് കാണാൻ ഇവർ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇവർ എത്രയോ കൊല്ലമായിട്ട് ഒത്തിരി വ്യത്യാസം വരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും മാറ്റുമ്പോൾ, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ക്യാരവാൻ വേണം, നിർബന്ധമായ കാലഘട്ടമാണ്. മൊബൈൽ ഫോട്ടോയും കാര്യങ്ങളും അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ നമ്മൾ ഷൂട്ടിംഗ് മുമ്പ് അടുത്തൊരു വീട്ടിൽ പോയിട്ടാണ് ലേഡീസ് ഡ്രസ്സ് മാറുന്നത്. അടുത്തൊരു വീടിന്റെ പെർമിഷൻ. ഇപ്പൊ എന്ത് ധൈര്യത്തിൽ നമ്മൾ കൂടെയുള്ള ലേഡീസിനെ വിടും. ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ മുറിയിലാണ് ക്യാമറ വെച്ചേക്കെന്ന് അറിയില്ല. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ 2 ക്യാമറ വയ്ക്കും. ഇപ്പുറത്തും സാറ്റുറേഷൻ കൂടെ വെക്കണം, ഫാഷനും കൂടെ കിട്ടണമല്ലോ. ഫാഷനും കൂടെ കിട്ടാൻ ബാക്കിൽ നിന്ന് കിട്ടണം വയ്ക്കും. അപ്പോൾ വളരെ റിസ്ക് ആണത്. അപ്പോൾ ക്യാരവനിലാകുമ്പോൾ പിന്നെ ഒരു ഷോട്ട് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരമേ ഉള്ളൂ. ഇയാളെ ചോദിച്ചു ഇനി 25 കിലോമീറ്റർ ഹോട്ടലിൽ കൊണ്ടുപോകേണ്ട ആർട്ടിസ്റ്റിനെ. അയാൾ അവിടെ കിടന്നോളൂ, അയാൾക്ക് അവിടെ മേക്കപ്പ് ചെയ്യാം, അയാൾക്ക് അടിക്കടി ടോയ്ലറ്റിൽ പോകണം എന്നുള്ളവരൊക്കെ ഉണ്ട്. അതിനകത്ത് പോകാം, സൗകര്യമുണ്ട്. ക്യാരവൻ പണ്ടേ ഉണ്ട്, മറ്റേ ഹിന്ദി സിനിമയിലും ബോളിവുഡിലൊക്കെ. ഇവിടെയാണ് നമുക്ക് ലാസ്റ്റിൽ വന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇനി അതിനുള്ള പണിപ്പുരയിലാണ് ഞാൻ. അതെ, സൂപ്പർ ഹിറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം. പടം കണ്ടിട്ട് നിങ്ങൾ അന്തം വിട്ട് ഞങ്ങളെ വിളിക്കുകയും ചെയ്യും. ദേവനത്തെ മാത്രം വിളിക്കല്, മാത്രമായിട്ട് ഒതുക്കളയില് റൈജുവിനും പിന്നെ എന്നെയും വിളിക്കണം. ഞങ്ങൾ അങ്ങനെ വിളിക്കാണ്. രാജോട്ടെ ഞാൻ വിളിച്ചിട്ടില്ലേ? രാജോട്ടൻ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ കണ്ട് നമ്മൾ ആ സിനിമ ഇങ്ങനെയാണ്, എന്തെങ്കിലും പോരായ്മയുണ്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ടില്ലേ? നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ കഥകൾ ഇനി വേറെ സംഭവമുണ്ട്. നിങ്ങൾ ഗൂവിൽ അഭിനയിക്കാത്തത് നന്നായി. ഗൂവിനകത്ത് ഒരു കൊറിയർ ബോയുടെ ഒരു സീക്വൻസ് ഉണ്ട്. അവൻ ഭയന്ന് പോണതും കാര്യങ്ങളാണ് സാധനം വരുന്നത്. ആ സീനെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പടത്തിന്റെ ഒരു സംഭവം വരാതെ മാച്ച് ആകുന്നിട്ട് കട്ട് ചെയ്തു. അങ്ങനെ വല്ല നിങ്ങളെ ഇട്ട് അഭിനയിപ്പിച്ചിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ കസേര ഉണ്ടാകും. അല്ല, വേറെ എന്നെ വിളിച്ചതാണ്. സത്യം വിളിച്ചാണ്. അപ്പൊ ആ സമയത്ത് തിരക്കെന്ന് വരാതെ എന്നെ വിളിച്ചതാണ്. ഇങ്ങനെ ഇന്റർവ്യൂ നടക്കും. അത് ഈ കട്ട് ചെയ്യണ സീനാണ് വിളിച്ചിരുന്നത്. അല്ലല്ല, ആ സീനാണ് വിളിച്ചിരുന്നത്. അത് നമുക്ക് അറിഞ്ഞോടല്ലോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. കട്ട് ചെയ്ത് പോയി. ദൈവം കാത്ത് പോയായിരുന്നു. നിങ്ങളെ നാട്ടുകാരത്തൊക്കെ പറഞ്ഞ് ഊര് ടിക്കറ്റ് എടുത്തെന്ന് കയറുമ്പോ ആ സീനില്ല. നമ്മളൊരു പടം എഡിറ്റിംഗ് ടേബിൾ വരുമ്പോ നോക്കൂല. അതെ, തീർച്ചയായിട്ടും. ഇത് തിയേറ്ററിൽ എഡിറ്റിംഗിലൊന്നും വളരെ മസ്റ്റായിട്ടിരിക്കുന്ന സ്ഥലം. ഞാൻ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഇന്റർഫിയർ ചെയ്യാറുണ്ട്, നിൽക്കാറുണ്ട്. ഈ ഡയറക്ഷൻ ചെല്ലുമ്പോൾ ക്യാമറ അങ്ങോട്ട് മാറ്റി ഒന്നും പറയാൻ ഞാൻ പോകത്തില്ല. അത് അവരെ ഇഷ്ടം, ആ ഏരിയയിൽ ഞാൻ പോകത്തില്ല. പക്ഷെ എഡിറ്റിംഗ് റൂമിൽ വരുന്നത് ഞാൻ നോക്കും. ഈ സീൻ ലാഗാണ്, ഈ പറഞ്ഞ സീക്വൻസ് മുഷീനാണ്, നമ്മൾ പറയുന്നൊരു വർക്കൗട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അപ്പൊ നിങ്ങൾ വന്ന് ഇങ്ങനെ ആകെ കട്ട് ചെയ്ത് പോയെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ വച്ചേക്കോ? അല്ല, അടിയും നടന്നേനെ. അടി തന്നെ അല്ലേ, മണിയമ്പിള്ളേർ അതിനെ പീഡനത്തിനകത്താക്കും താമസിയാതെ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂസ് കൊടുക്കും. ഞാനീ പറയുന്നതിൽ ആവശ്യമില്ലാത്ത കട്ട് ചെയ്തല്ല. ഞാൻ തമാശ കിടന്ന ഇതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കേൾക്കുന്ന തമാശയാണ്. ഇതൊന്നും അങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ പ്രശ്നമില്ല ചേട്ടാ. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.